ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫങ്ഷണൽ ഇൻഡിപെൻഡൻസിലെ നെക്സ്റ്റ് കൺസെപ്റ്റ്, അതായത് കൊഹഷനാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഫങ്ഷൻ ഇൻഡിപെൻഡൻസ് എന്താണ്, മോഡുലാരിറ്റി എന്താണ്, അതുപോലെ കപ്ലിംഗ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പം ഗോൾ ഓഫ് ഫങ്ഷണൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഹൈ കൊഹഷൻ വിത്ത് ലോ കപ്ലിംഗ് ആണ്, മിനിമൈസ് കപ്ലിംഗ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് കപ്ലിംഗ് കംപ്ലീറ്റ് നമ്മൾ ടൈപ്സും കാര്യങ്ങളൊക്കെ കണ്ടു. ഇനി എന്താണ് കൊഹഷൻ? അപ്പം നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് മോഡ്യൂൾ വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മോഡ്യൂൾസിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, കൊഹഷൻ ഈസ് എ മെഷർ ഓഫ് ദ ഡിഗ്രി ടു വിച്ച് ദ എലമെൻറ്റ്സ് ഓഫ് എ മോഡ്യൂൾ ആർ ഫങ്ഷണലി റിലേറ്റഡ്. ഓക്കെ, അപ്പം എന്താണ് വിതിൻ ദി എലമെൻറ്റ്സ് എല്ലാം ഫങ്ഷണലി റിലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കൊഹഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. കൊഹഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് ഓഫ് റിലേഷൻസ് വിത്തിൻ മോഡ്യൂൾസ്, അതായത് ഇൻസൈഡ് മോഡ്യൂൾസ് എല്ലാം റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. അതിനകത്ത് വാല്യൂസും കാര്യങ്ങളൊക്കെ ചിലപ്പം എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമായിട്ട് വരും. ഓക്കെ, ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ഒക്കെ ആയിരിക്കാം ചെയ്യുന്നത്. അപ്പോൾ അത് വിതിൻ ദ മോഡ്യൂൾസ് ആയിരിക്കും നമ്മൾ ഫങ്ഷണലി റിലേറ്റ് ചെയ്യുന്നത്. അതാണ് കൊഹഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊഹഷൻ ഈസ് എ മെഷർ ഓഫ് ദ ഡിഗ്രി ടു വിച്ച് ദ എലമെൻറ്റ്സ് ഓഫ് എ മോഡ്യൂൾ ആർ ഫങ്ഷണലി റിലേറ്റ്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് കൊഹഷൻ ഒരു 6 ഉണ്ട്. ഫങ്ഷണൽ കൊഹഷൻ, സീക്വൻഷ്യൽ കൊഹഷൻ, പ്രൊസീജിയറൽ കൊഹഷൻ, ടെമ്പോറൽ കൊഹഷൻ, ലോജിക്കൽ കൊഹഷൻ, കോയിൻസിഡൻറ്റ് കൊഹഷൻ. ഇപ്പോൾ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഫങ്ഷണലാണ് ഹൈ ലെവൽ ഓഫ് കൊഹഷൻ, അല്ലെ അതിന് കറക്റ്റായിട്ട് വരുന്നത്. ദെൻ കോയിൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ലോ ലെവൽ ഓഫ് കൊഹഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് 6 ടൈപ്സ് ഓഫ് കൊഹഷൻ. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ഫങ്ഷണൽ കൊഹഷനാണ്. അപ്പോൾ ഫങ്ഷണൽ കൊഹഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിംഗിൾ ഫങ്ഷണൽ ടാസ്കിൻ്റെ ഒരു പാർട്ടാണ്. അത് ഒരു ഇതായിട്ടേ വരത്തുള്ളൂ. അതായത് എ ആൻഡ് ബി ആർ പാർട്ട് ഓഫ് എ സിംഗിൾ ഫങ്ഷണൽ ടാസ്ക്. ദിസ് ഈസ് വെരി ഗുഡ് റീസൺ ഫോർ ദം ടു ബി കണ്ടെയ്ൻഡ് ഇൻ ദി സെയിം പ്രൊസീജിയർ. അതായത് നമ്മൾ ആ ഒരു എന്താ പറയുക, ഒരു മോഡ്യൂളിനുള്ളിൽ തന്നെ ആ പർട്ടിക്കുലർ എലമെൻറ്റിൽ തന്നെ എല്ലാ കമ്പ്യൂട്ടേഷൻസിനും ആവശ്യമായിട്ടുള്ള എല്ലാ എലമെൻറ്റ്സും ഉണ്ടായിരിക്കും. അതായത് എവരി എസെൻഷ്യൽ എലമെൻറ്റ്സ് ഫോർ എ സിംഗിൾ കമ്പ്യൂട്ടേഷൻ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദി കമ്പോണൻറ്റ്. അപ്പം ആ പർട്ടിക്കുലർ കമ്പോണൻറ്റിൽ തന്നെ നമുക്ക് ആ ഇൻസൈഡ് മോഡ്യൂളിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ ഓപ്പറേഷൻസിന് ആവശ്യമായിട്ടുള്ള എല്ലാ എലമെൻറ്റ്സും ഉണ്ടാവും. ദാറ്റ് ഈസ് ഫങ്ഷണൽ കൊഹഷൻ. എവരി എസെൻഷ്യൽ എലമെൻറ്റ് ഫോർ എ സിംഗിൾ കമ്പ്യൂട്ടേഷൻ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദി കമ്പോണൻറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈ സീക്വൻഷ്യൽ കൊഹഷൻ. സീക്വൻഷ്യൽ കൊഹഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ്യൂൾ എ, അതായത് നമ്മളിപ്പോൾ ഒരു മോഡ്യൂളിൽ നിന്നുള്ള ഔട്ട്പുട്ട് അടുത്ത മോഡ്യൂളിന് ചിലപ്പം ഇൻപുട്ട്, അതായത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അടുത്ത മോഡ്യൂൾ വർക്ക് ചെയ്യുന്നത്. അതാണ് സീക്വൻഷ്യൽ കൊഹഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോഡ്യൂൾ എ ഔട്ട്പുട്ട് സം ഡേറ്റ വിച്ച് ഫോംസ് ദി ഇൻപുട്ട് ടു ബി. ദിസ് ഈസ് ദ റീസൺ ഫോർ ദം ടു ബി കണ്ടെയ്ൻഡ് ഇൻ ദി സെയിം പ്രൊസീജിയർ. അപ്പം ആ ഒരു റീസൺ കൊണ്ട് ആ പർട്ടിക്കുലർ ഡേറ്റ എന്ന് പറഞ്ഞാൽ വിതിൻ ദി പ്രൊസീജിയർ എന്ന് വേണം നമുക്ക് പറയാം. അതായത് ഒരെണ്ണത്തിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് മറ്റതിൻ്റെ ഇൻപുട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതായത് ഇറ്റ് ഒക്കേഴ്സ് നാച്ചുറലി ഇൻ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലാണ് മെയിൻലി. അത് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ്, നമുക്ക് ലാംഗ്വേജസിന് സ്ട്രക്ചർ ഓറിയൻറ്റഡ് ഉണ്ട്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഉണ്ട്, ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ഒക്കെ ഉണ്ട്. അപ്പം ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലാണ് സീക്വൻഷ്യൽ കൊഹഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഏതാണ്? പ്രൊസീജിയറൽ കൊഹഷൻ. എന്താണ് പ്രൊസീജിയറൽ കൊഹഷൻ? അതായത് ഓർഡർ ഓഫ് എക്സിക്യൂഷൻ ഇന്നതിന് ശേഷം നെക്സ്റ്റ് വൺ, അതാണ് പ്രൊസീജിയർ. പർട്ടിക്കുലർ ഒരു ഓർഡറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. പ്രൊസീജിയർ കൊഹഷൻ ഒക്കേഴ്സ് ഇൻ മോഡ്യൂൾസ് ഹൂസ് ഇൻസ്ട്രക്ഷൻസ് ഓൾദോ അക്കംപ്ലിഷ് ഡിഫറെൻറ്റ് ടാസ്ക് ആൻഡ് ഹാവ് ബീൻ കമ്പൈൻഡ് ബിക്കോസ് ദർ ഇസ് എ സ്പെസിഫിക് ഓർഡർ ഇൻ വിച്ച് ദ ടാസ്ക് ആർ ടു ബി കംപ്ലീറ്റഡ്. അതായത് എലമെൻറ്റ്സ് ഓഫ് പ്രൊസീജിയറൽ കൊഹഷൻ എൻഷുർ ദ ഓർഡർ ഓഫ് എക്സിക്യൂഷൻ. സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന, നമ്മൾ GPA, അതായത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ GPA കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് സ്റ്റുഡൻറ്റ് റെക്കോർഡ് പ്രിൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ സ്റ്റുഡൻറ്റ് റെക്കോർഡ് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് GPA കാൽക്കുലേറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ GPA എന്ന് പറയുന്ന കാര്യം ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെയാണ് CGPA വേണം എന്നുണ്ടെങ്കിൽ CGPA നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം വേണം അതിൻ്റെ പ്രിൻ്റ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ഫങ്ഷൻ ചെയ്യാനായിട്ട്. അതാണ് പറഞ്ഞ് നമ്മൾ പ്രൊസീജിയർ കൊഹഷൻ എന്ന് പറഞ്ഞാൽ എൻഷുവേഴ്സ് ദ ഓർഡർ ഓഫ് എക്സിക്യൂഷൻ. ദാറ്റ് ഈസ് എക്സാമ്പിളായിട്ട് നമ്മൾ ഫസ്റ്റ്ലി കാൽക്കുലേറ്റ് സ്റ്റുഡൻറ്റ് GPA, ദെൻ നെക്സ്റ്റ് പ്രിൻറ്റ് സ്റ്റുഡൻറ്റ് റെക്കോർഡ്. അപ്പം ഒരു പർട്ടിക്കുലർ ഓർഡർ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് പ്രൊസീജിയർ കൊഹഷൻ കൊണ്ട്
ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ ടെമ്പോറൽ കൊഹഷൻ. ടെമ്പോറൽ കൊഹഷൻ എന്ന് പറഞ്ഞാൽ ടൈമിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് മോഡ്യൂൾ എക്സിബിറ്റ്സ് ടെമ്പോറൽ കൊഹഷൻ വെൻ ഇറ്റ് കണ്ടെയ്ൻസ് ടാസ്ക് ദറ്റ് ആർ റിലേറ്റഡ് ബൈ ദ ഫാക്ട് ദാറ്റ് ഓൾ ടാസ്ക് മസ്റ്റ് ബി എക്സിക്യൂട്ടഡ് ഇൻ ദി സെയിം ടൈം സ്പാൻ. അപ്പോൾ ഇതുമായിട്ട്, അതായത് ആ പർട്ടിക്കുലർ മോഡ്യൂൾ അല്ലെ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ ആണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എലമെൻറ്റ്സ് എല്ലാം പർട്ടിക്കുലർ ഒരു ടൈം സ്പാനിനുള്ളിൽ തന്നെ എല്ലാവരും എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ്. ദ എലമെൻറ്റ്സ് ആർ റിലേറ്റഡ് ബൈ ദർ ടൈമിംഗ് ഇൻവോൾവ്ഡ്. അതായത് എ മോഡ്യൂൾ കണക്റ്റഡ് വിത്ത് ടെമ്പോറൽ കൊഹഷൻ ഓൾ ദ ടാസ്ക് മസ്റ്റ് ബി എക്സിക്യൂട്ടഡ് ഇൻ ദി സെയിം ടൈം സ്പാൻ. അപ്പം ഒരു ടെമ്പോറൽ കൊഹഷനുമായിട്ട് മോഡ്യൂൾ കണക്റ്റഡ് ആണെങ്കിൽ അതിനകത്തെ എല്ലാ കാര്യങ്ങളും അല്ല എല്ലാ ഓപ്പറേഷൻസും സെയിം ടൈം സ്പാനിനുള്ളിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് ടെമ്പോറൽ കൊഹഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ലോജിക്കൽ കൊഹഷൻ. എന്താണ് ലോജിക്കൽ കൊഹഷൻസ്? ലോജിക്കൽ കണക്ഷൻസ് ബിറ്റ്വീൻ എലമെൻറ്റ്സ് അല്ലെ മോഡ്യൂൾസ്. ദ എലമെൻറ്റ്സ് ആർ ലോജിക്കലി റിലേറ്റഡ് ആൻഡ് നോട്ട് ഫങ്ഷണലി. അതായത് ലോജിക്കലി റിലേറ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ അവർ ഫങ്ഷണലി റിലേറ്റഡ് അല്ല. ലോജിക്കൽ കൊഹഷൻ ഒക്കേഴ്സ് ഇൻ മോഡ്യൂൾസ് ദാറ്റ് കണ്ടെയ്ൻ ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് അപ്പിയർ ടു ബി റിലേറ്റഡ് ബിക്കോസ് ദേ ഫോൾ ഇൻ ടു ദ സെയിം ലോജിക്കൽ ക്ലാസ് ഓഫ് ഫങ്ഷൻസ്. അതായത് ലോജിക്കലി എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ എ കമ്പോണൻറ്റ് റീഡ്സ് ഇൻപുട്ട് ഫ്രം ടേപ്പ്, ഡിസ്ക് ആൻഡ് നെറ്റ്വർക്ക്. അതായത് പക്ഷേ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ്. കാരണം റീഡിങ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സെയിം ആണ്, ലോജിക്കുണ്ട്. അതായത് നമ്മൾ ടേപ്പിൽ നിന്ന് റീഡ് ചെയ്യുന്നതും ഡിസ്കിൽ നിന്ന് റീഡ് ചെയ്യുന്നതും നെറ്റ്വർക്കിൽ നിന്ന് ആക്സസ് ചെയ്യുന്നതും എല്ലാം റീഡ് ഓപ്പറേഷൻസിലാണ്. ദാറ്റ് ഈസ് ലോജിക്കലി റിലേറ്റഡ്. പക്ഷേ ഫങ്ഷൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ്. അതായത് ഓപ്പറേഷൻസ് റിലേറ്റഡ് ആണ്, ബട്ട് ദ ഫങ്ഷൻസ് ആർ സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻറ്റ് എന്നാണ് പറയുന്നത്. നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ അല്ലെ നമ്മൾ സെർച്ച് ചെയ്ത് കിട്ടുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ലോജിക്കൽ കൊഹഷൻ. ദെൻ കോയിൻസിഡൻ്റൽ കൊഹഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോയിൻസിഡൻ്റൽ കൊഹഷൻ എക്സിസ്റ്റ് ഇൻ മോഡ്യൂൾസ് ദാറ്റ് കണ്ടെയ്ൻ ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ഹാവ് ലിറ്റിൽ ഓർ നോ റിലേഷൻഷിപ്പ് ടു അനദർ, അതായത് ടു വൺ അനദർ. അപ്പോൾ അതായത് നമ്മൾ ആക്ച്വലി എലമെൻറ്റ്സ് ഒരു മോഡ്യൂളിൽ തന്നെയുണ്ട്, പക്ഷേ അതിലെ എലമെൻറ്റ്സ് തമ്മിൽ യാതൊരുവിധ ഫങ്ഷൻസ് തമ്മിൽ ഒരു കൺസെപ്ച്വൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടല്ലോ. അത് ഫോർ എക്സാമ്പിൾ പറഞ്ഞ് നമ്മൾ ഒരെണ്ണത്തിനകത്ത് പ്രിൻറ്റ് നെക്സ്റ്റ് ലൈൻ പറയുകയാണ്. അപ്പം അതോടൊപ്പം തന്നെ റിവേഴ്സ് ദ ക്യാരക്ടേഴ്സ് ഓഫ് എ സ്ട്രിങ് ഇൻ എ സിംഗിൾ റിവേഴ്സ് ദ ക്യാരക്ടർ ഓഫ് എ സ്ട്രിങ്. ഇത് തമ്മിൽ യാതൊരുവിധ കൺസെപ്ച്വൽ കണക്ഷൻസ് ഒന്നുമില്ല. ഓക്കെ, അതായത് എലമെൻറ്റ്സ് ആർ നോട്ട് റിലേറ്റഡ്. ദ എലമെൻറ്റ്സ് ഹാവ് നോ കൺസെപ്ച്വൽ റിലേഷൻഷിപ്പ് അതർ ദാൻ ലൊക്കേഷൻ ഇൻ സോഴ്സ് കോഡ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൊഹഷൻ. അപ്പം നമ്മൾ ഏതൊക്കെയാണ്? ഫങ്ഷണൽ കൊഹഷൻ, സീക്വൻഷ്യൽ കൊഹഷൻ, ദെൻ പ്രൊസീജിയറൽ കൊഹഷൻ, ടെമ്പോറൽ കൊഹഷൻ, ലോജിക്കൽ കൊഹഷൻ, കോയിൻസിഡൻ്റൽ കൊഹഷൻ. അതായത് നമ്മൾ കുറേ കാര്യങ്ങൾ കൊഹഷൻ എന്ന കൺസെപ്റ്റ് അനുസരിച്ച് വിതിൻ ദി മോഡ്യൂൾ നമ്മൾ എങ്ങനെയായിരിക്കണം, അല്ലെ ഔട്ട്സൈഡ് മോഡ്യൂളിലോട്ട് പോകാതെ ഒത്തിരി കമ്മ്യൂണിക്കേഷൻ ചെയ്യാതെ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് മാക്സിമൈസ് കൊഹഷൻ, മിനിമൈസ് കപ്ലിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾസൊക്കെ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കോയിൻസിഡൻ്റൽ കൊഹഷൻ എന്ന് പറഞ്ഞാൽ കൺസെപ്ച്വൽ റിലേഷൻഷിപ്പ് കാര്യങ്ങളോ ഒന്നുമില്ല, അതായത് ഡിഫറെൻറ്റ് മോഡ്യൂൾസൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. ലോജിക്കൽ സിമിലർ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കലി, അതായത് നമ്മളിപ്പം ഞാൻ പറഞ്ഞു റീഡ് ഫ്രം ടേപ്പ്, ഡിസ്ക്, നെറ്റ്വർക്ക്. ഇപ്പം ലോജിക്സ് മാത്രമേ സെയിം ഉള്ളൂ, ഫങ്ഷൻസ് സെയിം ആയിരിക്കില്ല. ടെമ്പോറൽ എന്ന് പറഞ്ഞാൽ ടൈം സ്പാൻ, അതായത് ടൈം എല്ലാം ഇപ്പം 3 ഉണ്ടെങ്കിൽ T0 എല്ലാം സെയിം ടൈം സ്പാനിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. ദെൻ പ്രൊസീജിയർ കൊഹഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ഓഫ് എക്സിക്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ കമ്മ്യൂണിക്കേഷൻ. പിന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്? സെയിം ഇൻപുട്ട് ഡേറ്റ അതുപോലെ തന്നെ സെയിം ഔട്ട്പുട്ട് ഡേറ്റയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഡേറ്റാബേസിനകത്തെ റെക്കോർഡ്സ് എന്താണ് അപ്ഡേറ്റ് ചെയ്യാണ്. ആ അപ്ഡേറ്റ് ചെയ്ത ആരൊക്കെ അപ്ഡേറ്റ് ചെയ്താലും എന്താണ് അതിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കണം. ഓക്കെ, ദെൻ സീക്വൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക? സീക്വൻസ് ആയിട്ട് ഒന്നിൻ്റേത് അടുത്തതിൻ്റെ ഔട്ട്പുട്ടായിട്ടൊക്കെ കൺസിഡർ ചെയ്യുന്നു. ഫങ്ഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ഇതിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിറ്റർമൈനിങ് ദ ലെവൽ ഓഫ് കൊഹഷൻ. അപ്പം നമ്മൾ എങ്ങനെയൊക്കെയാണ് ലെവൽ ഓഫ് കൊഹഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഇഫ് ദ സെൻറ്റൻസ് അപ്പം എക്സാമ്പിൾസ് കാണിക്കുന്നെന്നുള്ളൂ ഏത് ലെവൽ കൊഹഷനാണ് നമ്മൾ ഉള്ളതെന്നുള്ളതാണ്. അതിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾസ് കാണിക്കുന്നുള്ളൂ. സെൻറ്റൻസ് റിലേറ്റഡ് ആയിട്ടാണ്, പ്രോഗ്രാം റിലേറ്റഡ് അല്ല. ഇഫ് ദ സെൻറ്റൻസ് മസ്റ്റ് ബി എ കോമ്പൗണ്ട് സെൻറ്റൻസ്
If it contains a comma or it has more than one verb, the module is probably performing more than one function and it probably has sequential or communication cohesion. അപ്പം നമ്മൾക്ക് തന്നിരിക്കുന്ന ഫങ്ഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് കാറ്റഗറി ഓഫ് കൊഹഷൻ അല്ലേ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ സെൻറ്റൻസ് കണ്ടെയ്ൻസ് വേർഡ് റിലേറ്റിംഗ് ടു ടൈം like first, next, when and after, the module probably has sequential or temporal cohesion. Okay, next, if the predicate of the sentence does not contain a single specific object following the verb such as edit all data, specific അല്ല. ഓക്കെ, അപ്പം സ്പെസിഫിക് അല്ലാത്ത കേസസിൽ അതെങ്ങോട്ടായിരിക്കും വരുന്നത്? ലോജിക്കൽ കൊഹഷൻ ആയിരിക്കും. അതായത് നമുക്ക് ഓപ്പറേഷൻ ഡിഫറെൻ്റ് ആണ്, പക്ഷെ ലോജിക്കലി റിലേറ്റഡ് ആണ്. എഡിറ്റ് എന്ന് പറയുന്ന ഓപ്പറേഷനാണ് എല്ലാത്തിലും ചെയ്യുന്നത്, പക്ഷേ ആ എഡിറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ടാസ്ക് അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വേർഡ്സ് ലൈക്ക് ഇനിഷ്യലൈസ് ആൻഡ് ക്ലീൻ അപ്പ് ഇംപ്ലൈ ടെമ്പോറൽ കൊഹഷൻ. അപ്പോൾ ഇനിഷ്യലൈസ് ചെയ്യുക, ക്ലീൻ അപ്പ് ചെയ്യുക, അതൊക്കെ ടെമ്പോറൽ കൊഹഷൻ്റെ കേസസിലാണ് വരുന്നത്. ടെമ്പോറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഓപ്പറേഷൻസ്, ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസ്ഡ് ഓൺ ടൈം ഒക്കെ ആയിരിക്കാം ചെയ്യുന്നത്. ദെൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൊഹഷൻ ആൻഡ് കപ്ലിംഗ്, നമ്മളെപ്പോഴും പറഞ്ഞ കാര്യം തന്നെയാണ്. മാക്സിമൈസ് കൊഹഷൻ, മിനിമൈസ് കപ്ലിംഗ് ഇഫ് ദ സോഫ്റ്റ്വെയർ ഈസ് നോട്ട് പ്രോപ്പർലി മോഡുലറൈസ്ഡ്. അപ്പം മോഡ്യൂൾ വൈസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്ന നോട്ട് പ്രോപ്പർലി മോഡുലറൈസ്ഡ് എ ഹോസ്റ്റ് ഓഫ് സീമിംഗ്ലി ട്രൈവൽ എൻഹാൻസ്മെൻറ്റ് ഓർ ചേഞ്ചസ് വിൽ റിസൾട്ട് ഇൻ ടു ഡെത്ത് ഓഫ് ദി പ്രോജക്റ്റ്. അതായത് നമ്മൾ ഒരു പ്രോജക്റ്റ് മോഡ്യൂളല്ല എൻറ്റയർ വലിയൊരു ലാർജ് കോഡിംഗ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു സക്സസ് ഉണ്ടാവില്ല. പക്ഷെ അത് മോഡുലറൈസ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ മാത്രമേ സക്സസ് ഉണ്ടാകത്തുള്ളൂ. ദെയർഫോർ എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ മസ്റ്റ് ഡിസൈൻ ദ മോഡ്യൂൾസ് വിത്ത് ഗോൾ ഓഫ് ഹൈ കൊഹഷൻ ആൻഡ് ലോ കപ്ലിംഗ്. അപ്പോൾ അതാണ് ഹൈ കപ്ലിംഗ്, ലോ കപ്ലിംഗ് എങ്ങനെ പറഞ്ഞിരിക്കുന്നത്, വ്യൂ ഓഫ് കൊഹഷൻ ആൻഡ് കപ്ലിംഗ്. അപ്പം ഹൈ കപ്ലിംഗ് അവോയ്ഡ് ചെയ്ത് ലോ കപ്ലിംഗ് ചെയ്യാം. ദെൻ അപ്പം നമ്മൾ ഇത്രയും വീഡിയോസിൽ ഡിസ്കസ് ചെയ്തത് ഫങ്ഷണൽ ഇൻഡിപെൻഡൻസിലെ കൺസെപ്റ്റ് കപ്ലിംഗ് ആൻഡ് കൊഹഷൻ ആയിരുന്നു. ഇനി നമുക്ക് ഡിസൈനിങ് ലെവലിലോട്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മൾ മോഡ്യൂൾസ് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പം നമുക്ക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ മെയിൻ രണ്ട് ഇതാണ് പറയുന്നത്, ടോപ്പ് ഡൗൺ ഡിസൈൻ ആൻഡ് ബോട്ടം അപ്പ് ഡിസൈൻ. അപ്പം സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ. ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലാർജ് സിസ്റ്റം, ഒരു എൻറ്റയർ പ്രോജക്റ്റ് ഉണ്ട്, അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് നമുക്കൊരു ടാസ്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ലെവൽ വരെ സ്മോൾ മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ആണ് ചെയ്യേണ്ടത്. ആ ഒരു അപ്രോച്ചിന് പറയുന്ന പേരാണ് ടോപ്പ് ഡൗൺ ഡിസൈൻ. ജസ്റ്റ് റീഡ് ചെയ്യാം. Top down design is a term used to describe how a complex problem is broken down into modules. Those modules are then broken down into submodules. Each submodule is then broken down further and further until the submodules do just one task and are simple enough to program. ക്ലിയർ ആയല്ലോ? നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് കാര്യമായിരുന്നു. അതായത് ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് വൺ ബിഗ് പ്രോഗ്രാം, the program is split into self-contained modules of code. Modules are sometimes called procedures or functions. നമ്മളിതെല്ലാം നേരത്തെ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ലാർജ് പ്രോഗ്രാം എഴുതുന്നതിന് പകരം അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നമുക്ക് കോഡ് ചെയ്യാൻ പറ്റുന്ന സെൽഫ് കണ്ടെയ്ൻഡ് മോഡ്യൂൾസുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എഫിഷ്യൻ്റായിട്ട് നമുക്കിപ്പോൾ എററൊക്കെ വന്നു കഴിഞ്ഞാൽ ബിഗ് പ്രോഗ്രാമിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് പകരം കറക്റ്റായിട്ട് ഏത് മോഡ്യൂളാണെന്ന് കണ്ടുപിടിച്ച് ഈസി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. കോഡിങ് ഈസിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. കുറേ കാര്യങ്ങളൊക്കെ ടെസ്റ്റിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റീഡബിലിറ്റി എല്ലാം നമ്മളിതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ ഇംപ്രൂവ്സ് കമ്പനീസ് എഫിഷ്യൻസി ബിക്കോസ് സെൽഫ് കണ്ടെയ്ൻഡ് മോഡ്യൂൾസ് ക്യാൻ ബി റീയൂസ്ഡ്. അപ്പോൾ നമുക്ക് ഈ ബ്ലോക്കൊക്കെ വീണ്ടും വേറെ പ്രോജക്റ്റിലൊക്കെ ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് മോണിറ്റർ ദ പ്രോഗ്രസ്, പ്രോജക്റ്റ് മാനേജേഴ്സ് നമുക്ക് എന്താണ് പ്രോഗ്രസ് ഓഫ് എ പ്രോഗ്രാം മോണിറ്റർ ചെയ്യുന്നത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ടോപ്പ് ഡൗൺ ഡിസൈൻ കൊണ്ട് അഡ്വാൻറ്റേജസ്. ദെൻ ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ് ഇങ്ങനെ, അതായത് യൂണിറ്റായിട്ട് ഡിഫറെൻറ്റ് മോഡ്യൂൾസ് ആയിട്ട് ചെറിയ യൂണിറ്റായിട്ടായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്നത്. അതിനെ ലിങ്ക് ചെയ്ത് നമ്മൾ കമ്പൈൻ ചെയ്ത് ലാർജ് ഒരു ടോപ്പ് ലെവൽ സിസ്റ്റത്തിലോട്ട് വരുന്നതാണ്
ബോട്ടം അപ്പ് അപ്രോച്ച്, അത് താഴെ നിന്ന് മേളിലോട്ടാണ്, തിരിച്ച് റിവേഴ്സ് പ്രോസസ്സാണ്. ഇൻ എ ബോട്ടം അപ്പ് അപ്രോച്ച് ദി ഇൻഡിവിജ്വൽ ബേസ് എലമെൻറ്റ്സ് ഓഫ് ദ സിസ്റ്റം ആർ ഫസ്റ്റ് സ്പെസിഫൈഡ് ഇൻ ദി ഗ്രേഡ് ഡീൽ. അപ്പം ഡീറ്റെയിൽ, അപ്പം നമ്മൾ ആദ്യം ബേസ് ആണ് നോക്കുന്നത്. ദീസ് എലമെൻറ്റ്സ് ആർ ദെൻ ലിങ്ക്ഡ് ടുഗദർ ടു ഫോം ലാർജർ സബ്സിസ്റ്റംസ് വിച്ച് ദെൻ ഇൻ ടേൺ ആർ ലിങ്ക്ഡ് അണ്ടിൽ എ കംപ്ലീറ്റ് ടോപ്പ് ലെവൽ സിസ്റ്റം. അത് നമ്മൾ ബേസ് തൊട്ട് ലിങ്ക് ചെയ്താണ് ലാർജർ സിസ്റ്റത്തിലോട്ട് പോകുന്നത്. ദി സ്ട്രാറ്റജി ഓഫൺ റീസംബിൾസ് എ സീഡ് മോഡൽ ബൈ വിച്ച് ദ ബിഗിനിങ് ആർ സ്മോൾ ബട്ട് ഇവൻച്വലി ഗ്രോ ഇൻ കോംപ്ലക്സിറ്റി ആൻഡ് കംപ്ലീറ്റ്നെസ്. നമ്മളൊരു വിത്തിട്ട് മുളച്ച് മേളിലോട്ട് വളരെ വലിയ മരമായിട്ട് വളരുന്ന ഒരു അപ്രോച്ച് തന്നെയാണ് ബോട്ടം അപ്പ് അപ്രോച്ചും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഡിസൈനിങ് സ്റ്റേജിൽ നമ്മൾ യൂസ് ചെയ്യാവുന്ന കുറേ കൺസെപ്റ്റുകളെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൽ മെയിൻ 2 അപ്രോച്ച് ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ് അപ്രോച്ചാണ്. പക്ഷേ അതിൽ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യണം, മോഡ്യൂൾസായിട്ട് ഡിവൈഡ് ചെയ്തിട്ട്, അപ്പോൾ മോഡ്യൂൾസായിട്ട് ഡിവൈഡ് ചെയ്യുമ്പം നമ്മൾ എന്താ പറയുക, എൻഷുർ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഏതാണ്? കൊഹഷൻ ആൻഡ് കപ്ലിംഗ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ഫങ്ഷണൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ.